കെ മുരളീധരൻ തൃശൂരിൽ തോറ്റതോടെ പ്രശ്നങ്ങൾ ആളിക്കത്താൻ തുടങ്ങി. തിരിച്ചടി കിട്ടുമെന്ന കാര്യം മുരളീധരനോട് മുന്നറിയിപ്പായി പറഞ്ഞിരുന്നതാണെന്ന് അടുത്തിടെ പാർട്ടി വിട്ട പത്മജ വേണുഗോപാൽ കൂടി പറഞ്ഞതോടെ വിവാദം കത്തിപ്പടരുകയാണ്. താൻ മത്സരിച്ചെടുത്ത് ഇപ്പോൾ ചേട്ടനും കൂടി തോൽവിയുടെ കിരീടം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. തോൽവി ഭയന്ന് ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നാണ് മുരളീധരന്റെ തീരുമാനം. ചേട്ടന്റെ തോൽവിയിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അനുജത്തി പത്മജ വേണുഗോപാൽ. തന്നെ മത്സരിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതാണ് അനിയത്തി. BJPക്കാർ മത്സരിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പത്മജ. മുരളീധരൻ തോറ്റ വിഷയത്തിൽ പല നേതാക്കളുടെയും പദവികൾ തെറിക്കാൻ സാധ്യതയുണ്ട്. സംഘടനയ്ക്കെതിരെ മുരളീധരൻ തന്നെയാണ് ആദ്യം രംഗത്ത് വന്നത്. പിന്നാലെ യൂത്ത് കോൺഗ്രസും എത്തി. ജില്ലയിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. വിമർശനങ്ങൾ വ്യക്തിപരമായി എടുത്ത് കണക്ക് തീർക്കുന്ന രീതി പാർട്ടി ചർച്ചകളിലെ തുറന്നു പറച്ചിൽ ഇല്ലാതാക്കിയെന്നാണ് പ്രധാന വിമർശനം. സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾ പോലും തന്റെ കൂടെ നിന്നിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം തന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ലെന്നുമാണ് മുരളീധരൻ പറയുന്നത്. സ്വന്തം അനിയത്തി പോലും മറ്റു പാർട്ടിക്കാരുടെ കൂടെ കൂടി തനിക്കെതിരെ നിന്നാണ് പ്രവർത്തിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ലൂർദ് പള്ളിയിലെ കിരീട വിവാദവും തേക്കിൻകാട്ടിലെ ചാണകവെള്ളം തളിക്കലുമെല്ലാം ഇങ്ങോട്ട് തന്നെ തിരിച്ചടിച്ചു. ഇത്തരം പ്രവർത്തികൾ വിലക്കിയിട്ടും കൂസാതെ മുന്നോട്ടു പോയപ്പോൾ തക്കം പാർത്തിരുന്ന എതിരാളികൾ തിരിച്ചു പണിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതിയിരുന്നില്ല. തിരിച്ചു വരാനാകാത്ത വിധം ചിലരെ കപ്പൽ കടത്തിയാലേ പാർട്ടി നന്നാവൂ എന്നും മുരളീധരൻ പ്രതിഷേധിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.